ഹലോ ഫ്രണ്ട്സ്, മമ്മൂട്ടി മനോജ് കെ ജയൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ്സ് ഉള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. 1991 തമിഴിൽ പുറത്തിറങ്ങിയ തളപതി എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമ്മൂട്ടിയും മനോജ് കെ ജയനും ആദ്യമായി സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നത്. മമ്മൂട്ടി ദേവരാജ് എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ മനോഹരൻ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മണിരത്നമായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ സാമ്പത്തിക വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കൂട്ടുകെട്ടിൽ 1994 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സുകൃതം. ഹരികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, മനോജ് കെ ജയൻ എന്നിവർ കൂടാതെ ഗൗതമി, ശാന്തികൃഷ്ണ എന്നിവരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച രവിശങ്കർ എന്ന കഥാപാത്രവും മനോജ് കെ ജയൻ അവതരിപ്പിച്ച രാജേന്ദ്രൻ എന്ന കഥാപാത്രവും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു. അടുത്ത ചിത്രം 1999 ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേം പൂജാരി. കുഞ്ചാക്കോ ബോബൻ, ശാലിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കും മനോജ് കെ ജയനും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മനോജ് കെ ജയൻ ഒരു സിംഗറായും മമ്മൂട്ടി ഒരു ആക്ടറായും ഒരു ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ചിത്രം സാമ്പത്തികമായി അർഹിച്ച വിജയം നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. മമ്മൂട്ടി മനോജ് കെ ജയൻ കോമ്പിനേഷനിൽ 2000 പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വെള്ളിയേട്ടൻ. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രഞ്ജിത്ത് തിരക്കഥ ഒരുക്കിയ ഈ ചിത്രത്തിൽ ശോഭന, സായ്കുമാർ, സിദ്ദിഖ് എന്നിവർ വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി അരക്കൽ മാധവൻ ഉണ്ണിയായി തകർത്ത ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ മമ്മൂട്ടിയുടെ അനുജനായ ദാസൻ എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച സാമ്പത്തിക വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഫാന്റം. 2002 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ നിഷാന്ത് സാഗർ, മണിവണ്ണൻ, ലാലു അലക്സ് എന്നിവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഫാന്റം പൈലി എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ SI സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രത്തെയുമായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക ലാഭം നേടിക്കൊടുത്ത ഒരു ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2004 ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത വജ്രം. മമ്മൂട്ടി ഈ ചിത്രത്തിൽ ദേവരാജൻ എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ ഡ്രാക്കുള എന്ന കഥാപാത്രത്തെയുമായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാസ്റ്റർ മിഥുൻ, നന്ദിനി, വസുന്ധരദാസ്, രാജൻ പീദേവ് എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി നിലവാരമായിരുന്നു പുലർത്തിയിരുന്നത്. 2004 തന്നെ ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു കാഴ്ച. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി മാധവൻ എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ ജോയ് എന്ന കഥാപാത്രത്തെയുമായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പത്മപ്രിയ, സനൂഷ, യശ് ഗൌളി എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ച ഒരു ചിത്രമായിരുന്നു. 2004 ഇവരുടെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു വിശ്വതുളസി. സുമതി രാം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, നന്ദിത ദാസ്, മനോജ് കെ ജയൻ, ഡെല്ലി ഗണേഷ് എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടി വിശ്വ എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ ശിവ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ച ഈ ചിത്രം പ്രൊഡ്യൂസറിന് സാമ്പത്തിക വിജയം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ 2005 ആക്ഷൻ കോമഡിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു രാജമാണിക്യം. TA ഷാഹിദ് രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടി, മനോജ് കെ ജയൻ എന്നിവരെ കൂടാതെ റഹ്മാൻ, രഞ്ജിത്ത്, സായ്കുമാർ എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടി ബെല്ലാരി രാജ എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ രാജസെൽവം എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ച ഈ ചിത്രം വൻ സാമ്പത്തിക വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2007 രണ്ട് ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടി മനോജ് കെ ജയൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മായാവി. ഷാഫിയുടെ സംവിധാനത്തിൽ റാഫി മെക്കാട്ടിൻ രചിച്ച ഈ ചിത്രത്തിൽ ഗോപികയായിരുന്നു മറ്റൊരു പ്രധാന താരം. മമ്മൂട്ടി മഹി എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ ബാലൻ എന്ന കഥാപാത്രത്തെയുമായിരുന്നു ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ സാമ്പത്തിക വിജയമായി മാറിയിരുന്നു. അടുത്ത ചിത്രം ബിഗ് ബി. അമൽ നീരദിന്റെ സംവിധാനത്തിൽ ഉണ്ണി R രചിച്ച് മമ്മൂട്ടി, മനോജ് കെ ജയൻ, ബാല, നഫീസ അലി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു ഇത്. മമ്മൂട്ടി ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ എഡ്ഡി ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രത്തെയുമായിരുന്നു ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മലയാളികൾ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ഈ ചിത്രം റിലീസായ സമയത്ത് നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. നിർമ്മാതാവിന്
സാമ്പത്തികമായി ലാഭം നേടിക്കൊടുക്കാത്ത ഒരു ചിത്രമായിരുന്നു ബിഗ് ബി. 2008 ജോഷിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു 2020. മമ്മൂട്ടി അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ മഹീന്ദ്രൻ എന്ന നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെയുമായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അതുവരെയുള്ള എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് ഒരു വൻ സാമ്പത്തിക വിജയം നേടിയ ഒരു ചിത്രമായി മാറിയിരുന്നു. 2009 മമ്മൂട്ടി മനോജ് കെ ജയൻ കോമ്പിനേഷനിൽ 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പഴശ്ശിരാജ. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി പഴശ്ശിരാജയായും മനോജ് കെ ജയൻ തലക്കൽ ചന്തു എന്ന കഥാപാത്രത്തെയുമാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ സാമ്പത്തിക വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ഷാഫി സംവിധാനം ചെയ്ത ചട്ടമ്പിനാട്. മമ്മൂട്ടി ഈ ചിത്രത്തിൽ മല്ലയ്യ എന്ന കഥാപാത്രത്തെയും മനോജ് കെ ജയൻ മല്ലൻചിറ ചന്ദ്രമോഹൻ എന്ന കഥാപാത്രത്തെയുമാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിന് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് മിക്സഡ് റിവ്യൂസ് ആണ് നേടാൻ കഴിഞ്ഞത് എങ്കിലും സാമ്പത്തികമായി ഈ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ദശമൂലം ദാമു എന്ന കഥാപാത്രം ഇന്നും ഓഡിയൻസിന്റെ ഇടയിൽ ഒരു കൾട്ട് കോമഡി കഥാപാത്രമായി നിലനിൽക്കുന്നുണ്ട്. 2010 മമ്മൂട്ടി മനോജ് കെ ജയൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദ്രോണ 2010. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ AK സാജൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടി പട്ടാഴി മഹാദേവൻ നമ്പൂതിരി എന്ന കഥാപാത്രത്തെയും പട്ടാഴി കുഞ്ഞുണ്ണി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചപ്പോൾ മനോജ് കെ ജയൻ മണിയങ്ങോട്ട് ഗിരീശൻ എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങിയ ഒരു ചിത്രമായിരുന്നു. 2013 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ഒരു ചിത്രമായിരുന്നു കടൽ കടന്നൊരു മാത്തുക്കുട്ടി. മമ്മൂട്ടി മാത്തുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ മനോജ് കെ ജയനായി തന്നെ ഈ ചിത്രത്തിൽ ഒരു കേമിയോ അപ്പിയറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ സാമ്പത്തിക പരാജയം ഏറ്റുവാങ്ങിയ ഒരു ചിത്രമായിരുന്നു. 2019 മമ്മൂട്ടിയും മനോജ് കെ ജയനും ഒരുമിച്ച് അഭിനയിച്ച് 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ശങ്കർ രാമകൃഷ്ണന്റെ സംവിധാനത്തിൽ അശ്വിൻ ഗോപിനാഥ്, അക്ഷയ് രാധാകൃഷ്ണൻ, ചന്തുനാഥ് എന്നിവർ അഭിനയിച്ചു പുറത്തിറങ്ങിയ 18-ാം പടി. ഈ ചിത്രത്തിൽ മമ്മൂട്ടി ജോൺ അബ്രഹാം പാലക്കൽ എന്ന ഒരു എക്സ്റ്റൻഡഡ് കേമിയോ റോളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻലിൻ മുരെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മനോജ് കെ ജയനും ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ, ആര്യ, ഉണ്ണിമുകുന്ദൻ, പ്രിയാമണി തുടങ്ങിയ താരങ്ങൾക്കൊക്കെ ഈ ചിത്രത്തിൽ കേമിയോ അപ്പിയറൻസ് ഉണ്ടായിരുന്നു. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി യാതൊരു ചലനവും സൃഷ്ടിക്കാതെ തിയേറ്റർ വിട്ട ഒരു ചിത്രമായിരുന്നു. അടുത്ത ചിത്രം ഗാനഗന്ധർവൻ. രമേശ് പിഷാരടിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചിത്രമായിരുന്നു ഇത്. ഉല്ലാസ് എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിയും ഡ്രംസ് കലാസദൻ ടിറ്റോ എന്ന കഥാപാത്രവുമായി മനോജ് കെ ജയനും നിറഞ്ഞാടിയ ഈ ചിത്രം ഓഡിയൻസിൽ നിന്ന് മിക്സഡ് റിവ്യൂസ് ആണ് നേടിയതെങ്കിലും സാമ്പത്തികമായി നിർമ്മാതാവിന് ലാഭമുണ്ടാക്കി കൊടുത്ത ഒരു ചിത്രമായിരുന്നു. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത് 2025 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രേഖാചിത്രം. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായി തന്നെയും മനോജ് കെ ജയൻ വിൻസെന്റ് എന്ന കഥാപാത്രത്തെയുമായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച സാമ്പത്തിക വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടി മനോജ് കെ ജയൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ കൂടാതെ ഏതെങ്കിലും ചിത്രങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ആ ചിത്രത്തിന്റെ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിങ് us. താങ്ക് യു.